ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ. അതായത് ഇപ്പം നീ കഴിച്ചോ, നീ കുടിച്ചോ, ഇത് പല രീതിയിലും ചോദിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതായത് നമുക്കിപ്പോ അത് ചോദിക്കണമെങ്കിൽ അതിൻ്റെ ഒറ്റ സ്ട്രക്ചർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചോദിക്കാം. പക്ഷെ എന്തറിയണം, വെർബിന്റെ എല്ലാ ഫോമും നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. അതിനെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പുതിയ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. അതിൽ വെർബ് മസ്റ്റ് ആണ്. വെർബ് അറിയാത്തവർ എന്താണെന്നുള്ളത് ഒന്ന് പഠിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രവൃത്തികൾ എടുത്തിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സെന്റൻസിലേക്ക് കിടക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, അവൾ വന്നോ, നീ പോയോ, അവൻ കഴിച്ചോ. എങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പാസ്റ്റിലാണല്ലോ ചോദിക്കുന്നത്. ഈ പാസ്റ്റിലായതുകൊണ്ട് എപ്പോഴും നമുക്കറിയാം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓക്സിലറി ഫസ്റ്റിൽ വരും, സബ്ജക്റ്റ് അതിൻ്റെ തൊട്ടടുത്ത് വരും. അതിനുശേഷമാണ് നമ്മൾ വെർബ് ഏത് ഫോം ആണെന്ന് കൺഫേം ആക്കുന്നത്. ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിഡ് വേണം. അതിനുശേഷം ഡിഡ് പ്ലസ് സബ്ജക്റ്റ് ഏതാണോ അത് പ്ലസ് നമ്മൾ വെർബ് V1 ഫോം. അപ്പൊ എന്തായിരിക്കും? അവൻ പോയോ, അവൻ പോയോ, ഡിഡ് ഹി ഗോ. അല്ലേ, ഗോ ആണ് V1 ഫോം, പോവുക എന്നുള്ളത്. അപ്പൊ ഡിഡ് ഹി ഗോ, അവൻ പോയോ. അവൾ വന്നോ, ഡിഡ് ഷി കം. അല്ലേ, കമ്മിന്റെ V1 കം ആണ്. അപ്പം ഡിഡ് ഷി കം. ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് V1 ഫോം. ഇതങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും ഇതുപോലെ പറയാനായിട്ട് പറ്റും. ഇനി നീ കഴിച്ചോ, ഡിഡ് യു ഈറ്റ്. അവൾ പഠിച്ചോ, ഡിഡ് ഷി സ്റ്റഡി. അവൻ വാങ്ങിയോ, അവൻ വാങ്ങിയോ. അല്ലേ, ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്, നമ്മൾ ഹാവ് യൂസ് ചെയ്തും പറയും. ഈ ഹാവ് യൂസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങളും ഹാവ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് ഇതിനോട് കൂടി ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ വേയും കൂടിയാണ് നമ്മൾ ഇതിനെ കൂടെ പറയുന്നത്. അപ്പം അവസാനം വരെ കാണുക കേട്ടോ. അവസാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അവൻ വാങ്ങിയോ. ഇപ്പം അവനൊരു കാറ് വാങ്ങിയോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പോ ഡിഡ് ഹി ബൈ. ബൈ അല്ലേ, വാങ്ങുക ബൈ ആണ്. ഡിഡ് ഹി ബൈ എ കാർ, ഡിഡ് ഹി ബൈ എ ഫോൺ. നീ വീട് വിറ്റോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. നീ വീട് വിറ്റോ. ഡി യു വിൽക്കുക സെല്ലാണ്. അപ്പം ഡിഡ് യു സെൽ യുവർ ഹൗസ്. നീ നിന്റെ വീട് വിറ്റോ. അല്ലേ, അപ്പോ വിൽക്കുക, വാങ്ങുക, വരിക, പോവുക, പഠിക്കുക, ഇതൊക്കെ നമ്മൾ എന്താണ്, വെർബുകളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ V1 ഫോമുകളാണ് സ്റ്റഡി, സെല്ല്, ഈറ്റ്, ബൈ എന്നുള്ളതൊക്കെ. ഓക്കെ, അവൻ ഉറങ്ങിയോ, അവൻ ഉറങ്ങിയോ. ഡിഡ് ഹി സ്ലീപ്പ്. ഡിഡ് ഹി സ്ലീപ്പ് വളരെ സിമ്പിൾ ആണല്ലോ അല്ലെ. നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഡെയിലി ലൈഫിൽ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അവൻ ഉറങ്ങിയോ, അവൻ പഠിച്ചോ, അവൻ കഴിച്ചോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഹാവ് യൂസ് ചെയ്യുമ്പോൾ സ്ട്രക്ചർ നമുക്ക് പഠിക്കണ്ടേ. ഹാവ് യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷൻ ആണ് ഈ ഹാവും ഡിഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. കാരണം ഒരുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. ഇപ്പം നീ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നീ കഴിച്ചോ, ഇത് കുറച്ച് ഇപ്പൊ ആ ഒരാൾ കഴിച്ചിട്ട് വന്നതിന് ശേഷം കുറച്ച് രാവിലത്തെയോ ഉച്ചക്കത്തെയോ ഒക്കെ കാര്യം നമ്മൾ വൈകുന്നേരമൊക്കെ തിരക്കുന്ന സമയത്താണെങ്കിൽ അവിടെയാണ് നമ്മൾ ഡിഡ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് പറയണം, ഡിഡ് യു ഈറ്റ് എന്നാണ് ചോദിക്കേണ്ടത്. ഇനി നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി കഴിച്ച് നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. നമ്മൾ കഴിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷന് നീ ഭക്ഷണം കഴിച്ചോ അല്ലേ, അവിടെയും നീ കഴിച്ചോ അല്ലെങ്കിൽ നീ കഴിച്ചിട്ടുണ്ടോ, ഇപ്പം കഴിച്ചിട്ടുണ്ടോ, ഈ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കുമ്പോഴാണ് ഹാവ് യു ഈറ്റൺ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എന്താണെന്നറിയോ. ഡിഡ് ആണെങ്കിൽ അവിടെ V1 ആണെങ്കിൽ, ഹാവ് ആണെങ്കിൽ എന്തായിരിക്കും, ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3, ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3. അപ്പൊ കുറച്ച് സെന്റൻസ് പറഞ്ഞു നോക്കാം അല്ലെ. ഹാവ് യു ഡൺ, നീ ചെയ്തിട്ടുണ്ടോ. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്, നീ നിന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ. ഹാവ് യു സോൾഡ് യുവർ ഹൗസ്, നീ നിന്റെ വീട് വിറ്റിട്ടുണ്ടോ. അല്ലേ, ഹാവ് യു സോൾഡ് യുവർ ഹൗസ്, നീ നിന്റെ വീട് വിറ്റിട്ടുണ്ടോ. ഇനി ഹാവ് യു വാഷ്ഡ് യുവർ കാർ, ഹാവ് യു വാഷ്ഡ് യുവർ കാർ, നീ നിന്റെ കാർ കഴുകിയിട്ടുണ്ടോ. ഓക്കെ, ഇനി നീ പഠിച്ചിട്ടുണ്ടോ. ഹാവ് യു സ്റ്റഡീഡ്,
ഹാവ് യു സ്റ്റഡീഡ് ടൈലറിംഗ്? നീ ടൈലറിംഗ് പഠിച്ചിട്ടുണ്ടോ? ഹാവ് യു സ്റ്റഡീഡ് ഡ്രൈവിംഗ്? നീ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ ഓൺ ദി സ്പോട്ടിൽ ഒരാളോട് നേരിട്ട് ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഹാവ് യൂസ് ചെയ്തിട്ട് ചോദിക്കുന്നതാണ് ഏറ്റവും പൊളൈറ്റ്. അവിടെ ഒന്നും ഡിഡ് യൂസ് ചെയ്ത് ചോദിക്കാൻ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹാവും ഡിഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡിഡ് യൂസ് ചെയ്യണമെങ്കിൽ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1. ഹാവ് യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹാസ് ഉണ്ട് കേട്ടോ. ഹാസ് യൂസ് ചെയ്യുമ്പം ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3. അവൾ വാങ്ങിയിട്ടുണ്ടോ? അവൾ ഫോൺ വാങ്ങിയിട്ടുണ്ടോ? അപ്പൊ ഇവിടെ എന്ത് വരും? ഹാസ് ഷീ ബോട്ട്? ഹാസ് ഷീ ബോട്ട് എ ന്യൂ ഫോൺ? അവൾ പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ടോ? ഹാസ് ഹി ബോട്ട് എ ന്യൂ ബൈക്ക്? അവൻ പുതിയ ബൈക്ക് വാങ്ങിയിട്ടുണ്ടോ? അല്ലേ? അപ്പൊ ഇങ്ങനെ എളുപ്പമാണല്ലോ നമുക്ക് പറയാനായിട്ട്. അപ്പോ ഇങ്ങനെ നമുക്ക് ഹാവും ഹാസും അതുപോലെ ഡിഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിച്ചു. സ്ട്രക്ചർ യൂസ് ചെയ്ത്, സ്ട്രക്ചർ മീൻസ് ഓക്സിലറി സബ്ജക്റ്റ് അതിനുശേഷം വെർബ് ഫോം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഇപ്പം നീ പോകുന്നുണ്ടോ? അല്ലേ, ഇവിടെ മാറില്ല. നീ പോകുന്നുണ്ടോ? നീ പോയോ? നീ പോയിട്ടുണ്ടോ? നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആർ യു ഗോയിങ്? അപ്പൊ അവിടുത്തെ വെർബ് എന്തായി മാറി? ഓക്സിലറി. പോകുന്നുണ്ടോ? നീ പഠിക്കുന്നുണ്ടോ? നീ ഉറങ്ങുന്നുണ്ടോ? അവൾ കരയുന്നുണ്ടോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈസ്, ആറ്, ആം പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ ING ഫോം വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സെന്റൻസ് നോക്കുകയാണെങ്കിൽ, നീ പോകുന്നുണ്ടോ? ഇവിടെ നീ ആണ് സബ്ജക്റ്റ്. ആർ യു ഗോയിങ്? അവൾ വരുന്നുണ്ടോ? അവിടെ അവളാണ് സബ്ജക്റ്റ്. ഈസ് ഷീ കമ്മിങ്? അല്ലെ, ഈസ് ഷീ കമ്മിങ്? അവളാണ് സബ്ജക്റ്റ്. അപ്പൊ ഈ സ്ട്രക്ചർ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാട്ടോ. ഇനി അവൻ പഠിക്കുന്നുണ്ടോ? അവൻ പഠിക്കുന്നുണ്ടോ? ഈസ് ഹി സ്റ്റഡിയിങ്? ഈസ് ഹി സ്റ്റഡിയിങ്? അവർ വാങ്ങുന്നുണ്ടോ? അവർ പച്ചക്കറി വാങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. അപ്പോ ആർ ദേ, പ്ലൂറലാണ്, ആർ ദേ ബൈയിങ് വെജിറ്റബിൾസ്? ആർ ദേ ബൈയിങ് വെജിറ്റബിൾസ്? അവർ പച്ചക്കറി വാങ്ങുന്നുണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ആർ യു ഈറ്റിംഗ് ഫുഡ്? ആർ യു ഈറ്റിംഗ് ഫുഡ്? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അവൻ നിന്നെ വിളിക്കുന്നുണ്ടോ? അവൻ നിന്നെ വിളിക്കുന്നുണ്ടോ? ഈസ് ഹി കോളിംഗ് യു? ഈസ് ഹി കോളിംഗ് യു? അവൻ നിന്നെ വിളിക്കുന്നുണ്ടോ? നീ വെള്ളം എടുക്കുന്നുണ്ടോ? നീ വെള്ളം എടുക്കുന്നുണ്ടോ? എടുക്കുക ടേക്ക് ആണ്. അപ്പം അതിന് ING വരുമ്പം ടേക്കിംഗ്. ആർ യു ടേക്കിംഗ് വാട്ടർ? ആർ യു ടേക്കിംഗ് വാട്ടർ? അവർ അവിടെ വൃത്തിയാക്കുന്നുണ്ടോ? അവർ അവിടെ വൃത്തിയാക്കുന്നുണ്ടോ? സബ്ജക്റ്റ് എന്താണ്? അവരാണ്. ആർ ദേ ക്ലീനിങ് ദർ? ആർ ദേ ക്ലീനിങ് ദർ? അവർ അവിടെ വൃത്തിയാക്കുന്നുണ്ടോ? ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ. ഇപ്പൊ 3 സ്ട്രക്ചറാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിച്ചല്ലേ. ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1, ഹാവ് പ്ലസ് സബ്ജക്റ്റ് ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3, ഈസ്, ആർ, ആം പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ING ഫോം അല്ലെ. അപ്പോ ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ സബ്ജക്റ്റിനെയും ഓക്സിലറിയെയും ഒന്നങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. പക്ഷേ ഫസ്റ്റ് പറഞ്ഞ റൂളിൽ എന്താണ്? പോയോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഗോ എന്നാണ്, V1 ആണ്. അവിടെ നമ്മൾ സബ്ജക്റ്റ് ആയ യുവിനെ തിരിച്ചിട്ട് യു ഡിഡ് ഗോ. സംഭവം ഓക്കെയാണ്. പക്ഷെ നമുക്കതിന് ഇംഗ്ലീഷിലെ റൂൾ ഉണ്ട്, നമ്മളവിടെ കാണിക്കുന്നില്ല. അതിന് നമ്മൾ ഒളിച്ചിരുത്തിയേക്കാണ് അല്ലെ. ഏതിന്റെ കൂടെ? ഗോയുടെ കൂടെ. അപ്പൊ ഗോ എന്തായി മാറും? വെന്റായി മാറും. അപ്പൊ അതാണ് ഗോയുടെ V2 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പാസ്റ്റിൽ മാത്രം അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പോ നീ പോയോ എന്ന് ചോദിക്കുമ്പം ഞാൻ പോയി എന്ന് പറയുമ്പം I went എന്നാണ് പറയേണ്ടത്. അവിടെ I did go എന്ന് പറയരുത്. തെറ്റല്ല, അതാണ് കറക്റ്റ്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ ആ ഒരു നിയമം ഇല്ല അല്ലേ. നമ്മൾ അതിന്റെ പാസ്റ്റ് ആക്കിയിട്ട് ഒന്നായിട്ട് കൂട്ടിയിട്ടാണ് നമ്മൾ വെർബിനെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യനും ആൻസേഴ്സും കൂടി പറയാം കേട്ടോ. നീ ഫോൺ വാങ്ങിയോ? ഡിഡ് യു ബൈ എ ഫോൺ? നീ ഒരു ഫോൺ വാങ്ങിയോ? ഞാൻ ഫോൺ വാങ്ങി. I bought a phone. I bought a phone അല്ലേ. ഇനി ഹാവ് യൂസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു സീൻ മൈ ഹൗസ്? ഹാവ് യു സീൻ മൈ ഹൗസ്? നീ എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ?
ഐ ഹാവ് സീൻ യുവർ ഹൗസ്. എന്താ പറയാ? ഐ ഹാവ് സീൻ യുവർ ഹൗസ്. ഞാൻ നിന്റെ വീട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇന്ന് പഠിച്ച സ്ട്രക്ചർ മറക്കരുത്, ഇത് യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ് മറക്കരുത്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് സെന്റൻസുകൾ തരാം കേട്ടോ. നിങ്ങളത് അതിന്റെ ക്വസ്റ്റ്യനും ആൻസർ ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. കുടിക്കുക എന്നുള്ള വെർബ് പറയാം. അപ്പം നീ വെള്ളം കുടിച്ചോ? ഞാൻ വെള്ളം കുടിച്ചു. നീ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? ഞാൻ ജ്യൂസ് കുടിച്ചിട്ടില്ല. 4 സെന്റൻസ് ആയി. അവൻ പാല് കുടിക്കുകയാണോ? അവൻ പാല് കുടിക്കുകയല്ല. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. 6 സെന്റൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ, ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ, ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ. ഇങ്ങനെ 6 സെന്റൻസ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. കഴിയുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ഇതുപോലെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് സംസാരിച്ച് പഠിക്കുക കേട്ടോ. ഈ ലോങ് വീഡിയോ വരുന്നില്ലെങ്കിലും ഷോർട്സ് എങ്കിലും ഞാൻ ചെയ്യും കേട്ടോ. കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് തിരക്കുകളുടെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.